ഇനി സന്നിധാനത്തേക്ക് പോവുകയാണ്. ഇടവമാസ പൂജാ നാളുകളിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. 37,878 ഭക്തർ ഇന്നലെ ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയും സന്നിധാനത്ത് ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. പൂജകൾ പൂർത്തിയാക്കി 19-ന് രാത്രി 10 മണിക്കായിരിക്കും നടയടയ്ക്കുക. മിഥുൻ മുരളി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇന്നും വലിയ തിരക്ക് തന്നെയാണ്, കാരണം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പെല്ലാം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ സ്ഥിതി എന്താണ്? അവിടെ എത്രത്തോളം തിരക്കുണ്ട്? ദേവിക, രാവിലെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. 2 ദിവസമായി 30,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ദർശനത്തിനെത്തുന്നുണ്ട്. 37,878 ഭക്തജനങ്ങളാണ് ഇന്നലെ ദർശനം നടത്തിയത്. രാവിലെ ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു. രാവിലെ നല്ല തണുത്ത കാലാവസ്ഥയാണ് സന്നിധാനത്ത്. പുലർച്ചെ വരെയും മഴയുണ്ടായിരുന്നു, രാത്രിയിൽ ഇടവിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഇനി ഏത് നിമിഷവും മഴ ഉണ്ടാകുമെന്ന് തോന്നിപ്പിക്കുന്ന കാലാവസ്ഥയാണ്, കാർമേഘം മൂടിയിരിക്കുന്ന കാലാവസ്ഥയാണ് സന്നിധാനത്ത് ഉള്ളത്. തണുത്ത കാലാവസ്ഥ തുടരുന്നു. 18-ാം പടി കയറി വരുന്ന ഭക്തജനങ്ങളെ കാണാം. മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ കയറ്റിവിട്ടുകൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായി തന്നെ ഘട്ടം ഘട്ടമായി നടപ്പന്തലിൽ നിന്നും ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നു. അതിന് മുകളിൽ ഫ്ലൈ ഓവർ മുഖേനയും ദർശനം ക്രമീകരിച്ചുകൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്ന കാഴ്ചകളുമാണ് സന്നിധാനത്ത് നിന്ന് കാണുന്നത്. നേരിട്ടുള്ള ദർശനവും ഒപ്പം ഫ്ലൈ ഓവർ മുഖേനയുള്ള ദർശനവും ഇത്തവണയും തുടരുന്നുണ്ട്. തിരക്ക് നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യങ്ങളിൽ നേരിട്ടുള്ള ദർശന സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് 18-ാം പടി കയറി കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി നേരിട്ട് ദർശനം നൽകുന്ന സംവിധാനം മീനമാസ പൂജാ സമയത്ത് നട തുറന്നപ്പോഴാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയത്. അത് ഇത്തവണയും തുടർന്നു പോരുന്നു. തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുള്ള സമയങ്ങളിലാണ് നേരിട്ടുള്ള ദർശന സംവിധാനം ഉള്ളത്. അതിന് സമാന്തരമായി തന്നെ ഫ്ലൈ ഓവർ ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലൈ ഓവറിലൂടെയും ഭക്തജനങ്ങളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. ഇനി തിരക്ക് കൂടുതൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഫ്ലൈ ഓവർ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ദർശന ക്രമീകരണമായിരിക്കും ഉണ്ടാവുക. സന്നിധാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തൊക്കെ സന്നിധാനത്ത് നിന്നും ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന ദിവസങ്ങളിലൊക്കെ കാണുന്നതിന് സമാനമായ കാഴ്ചയാണ് സന്നിധാനത്ത് മറ്റു ഭാഗങ്ങളിൽ. മാളികപ്പുറത്തിന് സമീപമുള്ള ഭാഗങ്ങളിലും അരവണ കൗണ്ടറിന് മുന്നിലുമൊക്കെ ദർശനം കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സോപാനത്തിന് അടുത്തേക്ക് നീങ്ങുന്ന ഭക്തജനങ്ങളുടെ കാഴ്ചയാണ് കാണുന്നത്. വളരെ സാവധാനമാണ് ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. ഇനി 7:30-ക്ക് ഉഷപൂജയുണ്ട്. ഉഷപൂജയുടെ സമയത്ത് ഭക്തജനങ്ങൾക്ക് അല്പസമയം കാത്തു നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടുള്ള സമയത്തും വലിയ തിരക്ക് അനുഭവപ്പെടും. മലയാളികളാണ് കൂടുതലായി എത്തുന്നത്. ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട് മലയാളികളാണ് മറ്റ് അയൽ സംസ്ഥാന ഭക്തജനങ്ങളെക്കാൾ കൂടുതൽ ഈ സമയത്ത് ഇടവമാസ പൂജ നാളുകളിൽ സന്നിധാനത്തേക്ക് എത്തുന്നത്. സാധാരണഗതിയിൽ മാസപൂജ സമയത്ത് നട തുറക്കുമ്പോൾ കൂടുതലും എത്തുന്നത് മലയാളികൾ തന്നെയാണ്. അത് ഇത്തവണയും ആവർത്തിക്കുന്നു. മാളികപ്പുറങ്ങളും കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമെല്ലാം ധാരാളമായി എത്തുന്നുണ്ട്. അവധിയൊക്കെ കഴിയാൻ പോകുന്ന സമയമായതുകൊണ്ട്, മാസമായതുകൊണ്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഈ സമയത്ത് എത്തുന്നുണ്ട്. ഇന്നലെ വരെയും കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞ് മാളികപ്പുറങ്ങളും ഒക്കെ ധാരാളം സന്നിധാനത്ത് നിന്നും ഉള്ള കാഴ്ചയായിരുന്നു കണ്ടത്. ഇന്നും അത് കാണാനുണ്ട്. മലയാളികൾ ആയിരിക്കും ഈ ഫ്ലൈ ഓവറിൽ കൂടുതലായി ഉണ്ടാവുക. ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങൾ തന്നെ നോക്കിയാൽ അതിൽ കൂടുതലും ഉണ്ടാവുക മലയാളികൾ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിലും തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്ന രീതിയിലാണ് ഈ ദിവസങ്ങളിലെ തിരക്ക്. 37,878 ഭക്തജനങ്ങൾ എന്ന് പറയുമ്പോൾ അത് സാധാരണ നിലയിൽ തന്നെ ശരാശരിക്ക് മുകളിൽ ഭക്തജന തിരക്കാണ്. അത് വരും മണിക്കൂറുകളിലും ഇനി വലിയ രീതിയിലേക്ക് തിരക്ക് ഉയരാനുള്ള സാധ്യതയും കണക്കിലെടുക്കുന്നു. മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. മഴ ഏത് നിമിഷവും ഉണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് നിമിഷവും മഴയുണ്ടാകും എന്ന് തോന്നിപ്പിക്കുന്ന കാലാവസ്ഥ, തണുത്ത കാലാവസ്ഥയാണ് രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് ഉള്ളത്. രാത്രിയിൽ ഇടപെട്ടുള്ള മഴ പെയ്തു. ഇന്ന് പുലർച്ചെയും മഴയുണ്ടായിരുന്നു. ഇനിയും മഴ ഉണ്ടായേക്കാമെന്ന് തോന്നിപ്പിക്കുന്ന സാധ്യത ഉളവാക്കുന്ന കാർമേഘം മൂടിയിരിക്കുന്ന കാലാവസ്ഥയാണ് സന്നിധാനത്ത് ഉള്ളത്. ചോറൂണ് ചടങ്ങിനുമൊക്കെയായി കുഞ്ഞുങ്ങളുമൊക്കെയായിട്ട് കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയും സന്നിധാനത്ത് നിന്ന് കാണാം. മാസപൂജാ സമയത്തെ പതിവ് കാഴ്ചയാണ് ചോറൂണിൻ ചടങ്ങിന് കുഞ്ഞുങ്ങളുമായി ധാരാളമായി എത്തുന്ന ഭക്തജനങ്ങൾ. ആ കാഴ്ച ഈ ഇടവമാസ പൂജാ സമയത്തും സന്നിധാനത്ത് ധാരാളമായി കാണാനുണ്ട്. എന്തായാലും വലിയ തിരക്ക് സന്നിധാനത്ത് ഇടവമാസ പൂജാ നാളുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് 30,000-ന് മുകളിൽ ഭക്തജനങ്ങൾ സന്നിധാനത്ത് അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് വേണ്ടി ഇടവമാസ പൂജ നാളുകളിൽ എത്തുന്നു. 19-ാം തീയതി രാത്രി 10 മണിക്കാണ് മാസപൂജ പൂർത്തിയാക്കി നടയടയ്ക്കുക. ഇനി 2 ദിവസം കൂടി ഉണ്ട്. ഈ ദിവസങ്ങളിലും വലിയ തിരക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള കാര്യങ്ങളുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായി തന്നെ ഏത് രീതിയിലാണോ ആ സമയത്ത് തിരക്ക് കൂടുന്ന സാഹചര്യങ്ങളിൽ നിയന്ത്രണ വിധേയമാക്കുന്നത്, അതേ രീതി തന്നെ അവലംബിച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ മാസപൂജാ സമയത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരിട്ട് ദർശന ക്രമീകരണം ഉണ്ട്. അത് കഴിഞ്ഞ മാസപൂജാ സമയത്തും ഉത്സവത്തിന്റെ സമയത്തുമൊക്കെ തിരക്ക് കൂടുന്ന സമയങ്ങളിൽ അത് പ്രായോഗികമല്ലാതെ വരികയും
വരികയും പിന്നീട് ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ദർശനം ക്രമീകരിക്കുന്ന സാഹചര്യം വരികയുമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇത്തവണയും ആവർത്തിക്കും. ഇപ്പോൾ തിരക്ക് അല്പം നിയന്ത്രണ വിധേയമായതുകൊണ്ട് തന്നെ നേരിട്ട് ദർശനം നൽകുന്നുണ്ട്, ഒപ്പം ഫ്ലൈ ഓവറും ഉപയോഗിക്കുന്നുണ്ട്. ഇനി തിരക്ക് കൂടുന്ന സാഹചര്യങ്ങളിൽ ഫ്ലൈ ഓവർ മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഭക്തജനങ്ങൾക്ക് ദർശനം ക്രമീകരിക്കുക. ഇന്ന് രാവിലെ 5 മണിക്ക് നട തുറന്ന് നിർമ്മാല്യ ദർശനം, മറ്റ് പതിവ് പൂജകൾ, നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജയോടെ നടയടയ്ക്കും. വൈകിട്ട് 4 മണിക്കാണ് നട തുറക്കുക. 6:30-ക്ക് ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്. പടിപൂജയുടെ സമയത്ത് 1 മണിക്കൂറോളം ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയില്ല. ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും. പടിപൂജ കഴിഞ്ഞിട്ടും വലിയ തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകും. ഈ 1 മണിക്കൂർ സമയം ഭക്തജനങ്ങൾ ദർശനം ഇല്ലാത്തതുകൊണ്ട് തന്നെ പടിപൂജയ്ക്ക് ശേഷമുള്ള സമയത്ത് വലിയ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടും. രാത്രി 9:50-ന് ഹരിവരാസനം പാടി 10 മണിക്കാണ് നടയടയ്ക്കുന്നത്. നടയടയ്ക്കുന്ന സമയം വരെയും വലിയ തിരക്കാണ് ഫ്ലൈ ഓവറിലും മറ്റ് ഭാഗങ്ങളിലും നടപ്പന്തലിലുമെല്ലാം ഉണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു ഭാഗങ്ങൾ, സന്നിധാനത്തോട് ചേർന്ന മറ്റു ഭാഗങ്ങൾ, മാളികപ്പുറത്തിന് സമീപമുള്ള ഭാഗം, അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം, മറ്റ് അരുണോ കൗണ്ടറിന് മുൻഭാഗം, മരാമത്ത് കോംപ്ലക്സിന് മുൻഭാഗം, ഈ ഭാഗങ്ങളിലെല്ലാം ദർശനം കഴിഞ്ഞ് നിലയുറപ്പിക്കുന്ന വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെയും വലിയ തിരക്ക് ഉണ്ടാകും. അത് ആ കാഴ്ചകളൊക്കെ, അങ്ങനെ നിലയുറപ്പിച്ചിരിക്കുന്ന ദർശനം കഴിഞ്ഞ് കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ തന്നെ അനുസ്മരിപ്പിക്കുന്ന ഒരു ദിവസങ്ങളായി മാറുകയും ചെയ്യുന്നു. സോപാനത്തിന് സമീപത്തു നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം മാളികപ്പുറങ്ങളും കുഞ്ഞു മാളികപ്പുറങ്ങളും ഒക്കെ ധാരാളമായി ഉള്ള കാഴ്ച. അവധിയൊക്കെ കഴിയാൻ പോകുന്ന മാസമായതുകൊണ്ട് തന്നെ, മെയ് മാസമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് ധാരാളമായിട്ടാണ് കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമെല്ലാം സന്നിധാനത്തേക്ക് എത്തുന്നത്. ഈ ഫ്ലൈ ഓവറിൽ നിന്നും സോപാനത്തിന് സമീപത്തേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ അയ്യപ്പസ്വാമിയെ ഇനി ദർശിക്കാൻ ഏതാനും നിമിഷം മാത്രം ഉള്ള ഭക്തജനങ്ങളുടെ ആ കാത്തിരിപ്പിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരക്ക് ഇനിയും വർദ്ധിച്ചേക്കും എന്ന് സൂചന നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് 2 ദിവസമായി സന്നിധാനത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും 19-ാം തീയതി വരെയും ഒരുപക്ഷെ തിരക്ക് ഈ രീതിയിൽ തന്നെ തുടരാനുള്ള സാധ്യത ആണ് ഉള്ളത്. മഴയ്ക്കുള്ള ലക്ഷണങ്ങളുമുണ്ട്. ഇനി വരും മണിക്കൂറുകളിലും മഴ പെയ്തേക്കുമെന്ന് തന്നെ സൂചിപ്പിക്കുന്ന കാലാവസ്ഥ ഏത് നിമിഷവും നേരത്തെ പറഞ്ഞതുപോലെ എന്തായാലും ഒരു തണുത്ത അന്തരീക്ഷം തന്നെയാണ് സന്നിധാനത്ത്. വൻ ഭക്തജന തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ ശാന്തമായി നിൽക്കുന്നു, അനുകൂലമായി നിൽക്കുന്നു എന്നാണ് മിഥുൻ മുരളി സന്നിധാനത്ത് നിന്ന് റിപ്പോർട്ട്